എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന വിശിഷ്ടാതി ഷാജേട്ടൻ, ഷൈനി ചേച്ചി, പിന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, എല്ലാവർക്കും നമസ്കാരം. IAPCയുടെ ഒരു പ്രസിഡന്റായി നിൽക്കുക എന്ന് പറയുമ്പോൾ മാധ്യമ സമൂഹത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കടമയും ബാധ്യതയും ഉത്തരവാദിത്വവും ഒക്കെയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് ഒരു മാധ്യമത്തിന്റെ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളുടെയും. ജിൻസിയേട്ടൻ നേരത്തെ പറയുകയുണ്ടായി, ഇത് മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയല്ല. ഇതിൽ 1/3 എന്ന് പറയുന്നത് മറ്റ് നോർത്ത് ഇന്ത്യൻ മീഡിയയും ഉൾപ്പെടുന്ന ഒരു പ്രസ് ക്ലബാണ്. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന് അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. മറ്റുള്ള സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ മലയാളികളാണ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. പിന്നെ എന്നോട് നേരത്തെ ജിൻസിയേട്ടനോടൊന്ന് പറഞ്ഞിരുന്നു, സമയം പരിമിതിയുണ്ട്, അധികം നീട്ടരുത്, ഒരു 2 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഹ്യൂസ്റ്റണിലെ ഒരു ചാപ്റ്ററിന്റെ ഇൻഡക്ഷൻ കഴിഞ്ഞു. മാധ്യമ പ്രവർത്തനം റീജണലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാധ്യമ പ്രവർത്തനം റീജണലൈസ് ചെയ്യുമ്പോൾ ഹ്യൂസ്റ്റണിലും മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ വളർന്നു വരുന്നതും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘടന ഉണ്ടാകുന്നതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. അത് ഗ്രൂപ്പായി പ്രവർത്തിച്ച് നാഷണലൈസ്ഡ് ലെവലിൽ ചാനലൈസ് ചെയ്ത് നമ്മൾക്ക് ഒരുമിച്ച് ഒരു നല്ലൊരു മാധ്യമ സംസ്കാരം നോർത്ത് അമേരിക്കയിൽ കെട്ടിപ്പടുക്കാം. അതിനു വേണ്ടിയിട്ട് IAPCക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. ആസ് എ പാർട്ട് ഓഫ് ടീം ഓഫ് നാഷണൽ കമ്മിറ്റി, ഐ ആം എക്സ്റ്റെൻഡിംഗ് മൈ സിൻസിയർ അപ്രീസിയേഷൻ ടു ദി ഹ്യൂസ്റ്റൺ ടീം. അതിനുവേണ്ടി മുൻകൈയെടുത്ത ഇവിടുത്തെ ബ്ലസ്സൻ ചേട്ടനുണ്ട്, അതുപോലെ ചേട്ടനുണ്ട്, ഇവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ പുതിയ പ്രസിഡന്റ്, എല്ലാവർക്കും ആശംസ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സഹകരിക്കുന്ന ഇൻഡോ അമേരിക്കൻ പ്രസിഡന്റിനോട് സഹകരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റികളിലെ ആളുകളോടും എല്ലാം ഞങ്ങളുടെ നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഹൂസ്റ്റണിലെ എല്ലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നയാളാണ്. ഫോമയുടെ സ്ഥാപക പ്രസിഡന്റാണ്. അദ്ദേഹത്തെ IAPCയുടെ ഈ മീറ്റിംഗിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിച്ചു. വേദിയിലിരുന്ന വിശിഷ്ട അതിഥികളെ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രിയങ്കരനായ ഷാജൻ സ്കറിയ, വൈദിക ശ്രേഷ്ഠരെ, സുഹൃത്തുക്കളെ, നാം ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്ത് പറയുന്നത് കേൾക്കാനല്ല, എന്നാൽ നമ്മുടെ വിശിഷ്ട അതിഥിയുടെ വാക്കുകൾ കേൾക്കാനാണ്. എന്നാലും നമ്മൾ വിശിഷ്ടാതിഥികളെ ഇവിടെ വിളിച്ചു വരുത്തേച്ച് നിങ്ങൾ പറഞ്ഞു വിടുന്നതും ശരിയല്ല. ഷാജൻ സ്കറിയയെ പറ്റി നിങ്ങളെല്ലാം പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്, പലരും വായിച്ചിട്ടുണ്ട്. ഇപ്പം നേരിട്ട് കണ്ട് ചോദിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും ഷാജൻ സ്കറിയയെ പറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാധ്യമ പ്രവർത്തകർ ഒരു ധീരനായ പോരാളി. ഞങ്ങളുടെ മഹാഭാരത യുദ്ധത്തിലെ ഒരു വലിയ ധീരനായ പോരാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അഭിമന്യു. ഒന്നിനും പേടിയില്ല, സത്യവും നീതിയും ന്യായവും അതുപോലെ ഏതിനെയും തെറ്റാണെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം അത് നമ്മൾ അധികം പേർക്കില്ല. നമ്മളൊന്നും രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ സ്നേഹപരമായിട്ടോ ഉള്ള കാര്യങ്ങളുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവാറും ഒന്ന് വിഴുങ്ങുകയാണ്. പക്ഷേ ഷാജൻ സ്കറിയയെ പറ്റി പറയുമ്പോൾ അതൊന്നും അദ്ദേഹത്തിന് ബാധകമാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ യോജിക്കും. അത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ.
പിന്നുള്ളത് ഈ കഴിഞ്ഞിടയ്ക്കും DYFIക്കാർ അദ്ദേഹത്തെ നല്ലതുപോലെ നിയമിച്ചു. എന്താണെന്ന് പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തെ കണ്ടാൽ ഇപ്പോഴും അതൊന്നും സംഭവിക്കാത്ത പണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ആ ധൈര്യത്തോടെ പഠിക്കുക. പിന്നെ പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹം നല്ലവനും, ശത്രുത വരുന്നവർക്ക് അദ്ദേഹം മഹാ യോദ്ധാവുമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പാർട്ടിയോ പണമോ പ്രതാപമോ ഒന്നും നോക്കാതെ ഞാൻ എന്ത് വിചാരിക്കുന്നുവോ അത് നേരാണെന്ന് സമർത്ഥിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആ കഴിവിനെ നാം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹം ലേറ്റസ്റ്റായിട്ടുള്ളത് ഒരു നേഴ്സിംഗ് പ്രൊഫഷനെ വളരെ ഹാർദവമായി സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മുടെ സമൂഹത്തിനിടയിൽ അവരെ ഒരു സ്ഥാനം വേണമെന്ന്, അവർക്ക് ശമ്പളം വേണമെന്നും അവരെ ഉയർത്തണമെന്നുമുള്ള ആ ഒരു പ്രസ്താവന വളരെ അഭികാമ്യമാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇവിടെ വന്ന് നമ്മളെ വിവരിക്കാനും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ഉള്ള അവസരം സൃഷ്ടിച്ച നമ്മുടെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അത് മേൽക്ക് മേൽ ഇങ്ങനെയുള്ള സംഘടനകൾ വളരട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ മൊത്തം മലയാളികൾക്കും അത് നല്ല ഒരു ഉപകാരപ്രദമായ സംഘടനയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞത് ശരിയാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹത്തിൻ്റെ 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഓക്കെ, അതാരും പറഞ്ഞു കേട്ടില്ല. ഇപ്പോൾ 25 വർഷം അദ്ദേഹം കല്യാണം കഴിഞ്ഞ് 25 വർഷമായി. മക്കളും ഭാര്യയും എല്ലാം ലണ്ടനിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഒരു 50 വർഷം എൻ്റെ കൂടെ ആയിരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Dr. Reverend Roy Acha. അടുത്തതായി എനിക്ക് ഒരു നിമിഷം കൂടെ തരണം. റോഡിസി, നമ്മുടെ മാഗിന്റെ പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് വന്ന് ഞങ്ങൾക്ക് ഒരു ആശംസ അർപ്പിക്കണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന IAPCയുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഇലക്ഷൻ ചെയർപേഴ്സൺ, അതുപോലെ നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ സാലസ്കറിയ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മാധ്യമ പ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്ത് തൻ്റെതായ മുഖമുദ്ര പതിപ്പിച്ച ശ്രീ ഷാജൻ സ്കറിയയെ ആദരിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരു വലിയ പ്രസംഗം ചെയ്ത് പ്രകടിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, മറ്റുള്ളവർ പോകുന്നത് പോലെ ഒരു വലിയ പുകഴ്ത്തലിൻ്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം അദ്ദേഹം ആരാണെന്ന്, അദ്ദേഹം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, സത്യസന്ധമായ മാധ്യമ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മാഗിന് വേണ്ടി എന്നെ ക്ഷണിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെയുള്ള മലയാളി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഏതാണ്ട് 40 വർഷമായി നമ്മൾ തുടങ്ങിയ നമ്മുടെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ ഇന്നും അതിൻ്റെ വളർച്ചയുടെ പാതയിലാണ്. അതിനുവേണ്ടി ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി സെന്റർ പണിയുവാനായി നമ്മൾ ആഗ്രഹിക്കുന്നു. ആയതിലേക്ക് ഈ വരുന്ന മെയ് മാസം 3-ാം തീയതി ഞങ്ങളൊരു ഷോ കൊണ്ടുവരുന്നുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെയും സഹകരണം ഉണ്ടാകണം.
എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ശ്രീ ഷാജൻ സ്കറിയയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. താങ്ക് യു മിസ്റ്റർ റോയ് മാത്യു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാളെ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വനിതകളെ ആദരിക്കാതെ പോകുന്നത് ശരിയല്ല. നമ്മുടെ സമൂഹത്തിലെ കരുത്തുറ്റ വനിതകൾ, ഓരോ വീട്ടിലും ഉള്ള വനിതകളെല്ലാം തന്നെ കരുത്തുറ്റ വനിതകളാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ അവരെ ആദരിക്കുന്ന ഈ ചടങ്ങാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കരുത്തുറ്റ വനിതകളെ ആദരിക്കുന്ന ഈ സവിശേഷമായ ചടങ്ങിലേക്ക് അവരെ പൊന്നാട അണിയിച്ചും അവർക്ക് 2 വാക്ക് സംസാരിച്ചും ആദരിക്കുന്നതിനായി ജഡ്ജി ജൂലിയെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. Eleanor Roosevelt once said, "A woman is like a tea bag. You can't tell how strong she is until you put her in hot water." താങ്ക് യു സർ. അടുത്തതായി ഫോമയുടെ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ. പ്രവാസി മലയാളി സമൂഹത്തിലെ ശക്തരായ നേതൃത്വങ്ങളിൽ ഒരാളും ഫോമയുടെ പ്രസിഡന്റുമായ ബേബി മണക്കുന്നേൽ. തന്റെ പ്രവർത്തന മികവിലൂടെ ഫോമയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന അദ്ദേഹം ഹ്യൂസ്റ്റണിലെ IAPCയുടെ ഈ പരിപാടിയിൽ ഷാജൻ സ്കറിയെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരവപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മലയാളികളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കൂട്ടം ഇന്ന് ഈ ബാങ്കറ്റ് ഹാളിൽ എത്തിച്ചേർന്നതെന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറേ നാളുകളായി ഷാജൻ സ്കറിയനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. മറുനാടൻ മലയാളികളുടെ ചാനല്, ആ ചാനലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷാജൻ സ്കറിയ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പലർക്കും പലവിധത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു, ഇന്നിവിടെ എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ഇവിടെ പലരും സൂചിപ്പിച്ചു, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നതിനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മൾ യുദ്ധം നടത്തുന്നുണ്ട്, ഫ്ലൈറ്റുകൾ വരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷാജൻ എത്തിച്ചേരുമോ എന്നുള്ള പ്രതീക്ഷ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നലെയും ചോദിച്ചു ഷാജൻ, കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ ഇന്നലെയും പലരും ചോദിച്ചു ഷാജൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഇന്ന് സാധാരണയായിട്ട് നമ്മൾ മലയാളികൾ എല്ലാവരും 5:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6:30-ക്കൊക്കെയാണ് പരിപാടികൾ തുടങ്ങാറുള്ളത്. എങ്കിൽ ഇന്ന് 5:30 ആയപ്പോഴത്തേക്കും ഇത്രയും അധികം ആൾക്കാർ ഈ ഹാളിൽ എത്തിച്ചേരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷാജൻ സ്കറിയയുടെ വാക്കുകൾ കഴിഞ്ഞ 10, 15, 14 വർഷമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ അദ്ദേഹത്തിന്റെ മറുനാടൻ ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ആരെയും അനുകൂലിച്ചോലെ ആരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടോ ഒന്നും സംസാരിക്കുന്നില്ല. കണ്ടതും കേട്ടതുമല്ല, സത്യസന്ധമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന ഒരു ചാനലായിട്ട് നമ്മളെല്ലാവരും ഷാജൻ സ്കറിയെ കാണുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഷാജൻ സ്കറിയ എന്താണ് ഇവിടെ സംസാരിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ എങ്ങനെ നേരിടുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എനിക്കറിയാം കഴിഞ്ഞ 2023 അദ്ദേഹം അമേരിക്കയിൽ വരുമെന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മുടെ 2023 നമുക്ക് എല്ലാവർക്കും അറിയാം സാബു ജേക്കബ്, കിറ്റക്സിന്റെ സാബു ജേക്കബിന്റെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞു ഷാജൻ സ്കറിയും ഞാനുമായിട്ട് ഈ വർഷം വരുന്നുണ്ട്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞിരുന്നു, വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണം, അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കണം, എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ കൊണ്ട് അദ്ദേഹത്തിന് വിസ ലഭിച്ചില്ല. ആ വിസ ഇപ്പോഴാണ് ഇവിടെ നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നതിന് സാധിച്ചത്. അദ്ദേഹം ആ വിഷയമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ഈ അവസരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്ന അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കുള്ള ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ 100 സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫോമ, ആ ഫോമയുടെ പേരിലുള്ള എല്ലാവർക്കുള്ള ആശംസകൾ നേരുന്നു. ഫോമയുടെ കൺവെൻഷൻ നടക്കുന്നത് ജൂലൈ മാസം 30, 31
ആഗസ്റ്റ് മാസം 1-2 രീതികളിലാണ് നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഹോസ്റ്റലിൽ വെച്ച് നടക്കുന്ന ആ കോവയുടെ കൺവെൻഷനിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.